നമസ്കാരം. കഴിയുമെങ്കിൽ നീയൊക്കെ മുഖ്യമന്ത്രിയുടെ വണ്ടി തടയ്. കൊല്ലം കടയ്ക്കൽ നിയോജക മണ്ഡലത്തിലെ പരിപാടിയിൽ വരുമ്പോൾ നിനക്കൊക്കെ അത് കാണിച്ചു തരാം. ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എസ്കോർട്ട് വിഭാഗത്തിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താഴെ കമൻ്റായിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം എഴുതിയിരിക്കുന്നത്. നിനക്കൊക്കെ ചങ്കൂറ്റമുണ്ടെങ്കിൽ നീയൊക്കെ മുഖ്യമന്ത്രിയുടെ വണ്ടി തടഞ്ഞു നോക്ക്, കടയ്ക്കൽ വെച്ച് നിനക്കൊക്കെ കൃത്യമായി മറുപടി തന്നുകൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ പ്രതിഷേധിക്കാൻ വരുന്നെങ്കിൽ നിൻ്റെയൊക്കെ തല അടിച്ച് പൊട്ടിക്കയില്ല, നിന്നും പിന്നെ ഈ ഭൂലോകത്ത് വച്ചിരിക്കുന്നില്ല എന്നുള്ള ഭീഷണിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു ഭീഷണി പെടുത്താൻ കഴിയുമോ എന്നത് വേറൊരു കാര്യം. അങ്ങനെയെല്ലാം കഴിയും. കാരണം തലയ്ക്കടിച്ച് പൊട്ടിച്ചിട്ട് ഗൺമാൻ തലയ്ക്കടിച്ച് പൊട്ടിക്കുന്നത് ലോകം മുഴുവനും കണ്ടിട്ടും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന മുഖ്യ ഗൂണ്ട എന്ന് മാങ്കൂട്ടത്തിൽ വിളിക്കുന്ന മുഖ്യമന്ത്രി, മാങ്കൂട്ടൻ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതാണ് അദ്ദേഹം വിളിക്കുന്നത് മുഖ്യ ഗൂണ്ട എന്നാണ്. ആ മുഖ്യ ഗൂണ്ട എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥന് സോഷ്യൽ മീഡിയയിലും ഇത്തരം കമൻറ്റുകൾ ഇടാം. അതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. ആരും കേസെടുക്കില്ല. പകരം മുമ്പ് പലതവണ മുഖ്യമന്ത്രിക്കെതിരെ ചില ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പലരെയും പൊക്കിയെടുത്ത് പോലീസ് ജയിലിലിടുകയും ശിക്ഷിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതവിടെ ഇരുന്നോട്ടെ. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇയാളുടെ ഈ ഭീഷണിയെ ഏറ്റെടുക്കുകയും വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു. നിന്റെ ഈ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. നിനക്ക് ഞങ്ങൾ അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ എങ്ങനെ പ്രതീക്ഷിക്കുന്നു കാണിച്ചു തരാം, അപ്പോൾ ചെയ്യാണല്ലോ ചെയ്യ് എന്നുള്ള തരത്തിൽ ആ ഒരു അർത്ഥത്തിലാണ് ഏറ്റെടുക്കുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വളരെ സംഘർഷപരമായ ഒരു ദിവസമാണ് ബുധനാഴ്ച സംഭവിക്കാൻ പോകുന്നത്. കൊല്ലത്ത് ചടയമംഗലത്താണ് ഈ രാജകീയ സദസ്സ് എത്തുന്നത്. വൈകുന്നേരം 3 മണിക്ക് എത്തും. ആ സമയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ഇപ്പോൾ വളരെ നിർണായകമായിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ്സുകാർ എത്രമാത്രം ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും, ഈ പ്രതിഷേധത്തെ നടത്താൻ ശ്രമിക്കും, അതിനെ പോലീസും ഡിവൈഎഫ്ഐയും ചേർന്നുകൊണ്ട് എങ്ങനെ പ്രതിരോധിക്കും, അത് ഈ വരുന്ന കേരളത്തിൻ്റെ ക്രമസമാധാന നിലയെയും പോലീസ് വാഴ്ചയെയും എങ്ങനെ ബാധിക്കും, ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ്, കാത്തിരുന്നു കാണേണ്ടതാണ്. മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഈ ബുധനാഴ്ചത്തെ 20-ാം തീയതിയിലെ ചടയമംഗലത്തെ രാജസദസ്സ് എത്തും. അപ്പോൾ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളും അപ്പോൾ ഈ MS ഗോപികൃഷ്ണൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള വെല്ലുവിളി എവിടം വരെ എത്തും എന്ന് കേരളം കാതോർക്കുന്നു. കാരണം കേരളത്തിൽ ഇപ്പോൾ ഈ വെല്ലുവിളികളും അട്ടഹാസങ്ങളും അക്രമങ്ങളും മാത്രമാണുള്ളത്. ജനങ്ങൾക്ക് താല്പര്യമുള്ള, ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ഈ ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പദ്ധതികളും നടപ്പിലാക്കുന്നില്ല. യാതൊരു ഭരണവും സംവിധാനവും ചലിക്കുന്നില്ല. ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല. പലർക്കും ശമ്പളങ്ങൾ നൽകുന്നില്ല. പല ശമ്പളങ്ങളും മുടങ്ങുന്നു. എങ്ങനെയെല്ലാമുള്ള ഒരു ഭരണ സംവിധാനം നിശ്ചലമാണെങ്കിലും നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ വെല്ലുവിളിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ ഡിവൈഎഫ്ഐക്കാരുടെ വെല്ലുവിളിയും ഒക്കെ വളരെ ശക്തമായ അതുപോലെ തന്നെ ഗൺമാന്മാരും അതുപോലെ എസ്കോർട്ട് പോലീസുകാരുടെയും വെല്ലുവിളികളും ഗൂണ്ടാ വിളയാട്ടവും കൂടുതൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആയപ്പോൾ ഈ പറയുന്ന ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഈ കമൻറ്റ് പിൻവലിക്കുകയും അദ്ദേഹം പ്രൊഫൈല് ലോക്ക് ചെയ്ത് വയ്ക്കുകയും ചെയ്തു. അപ്പം ഒളിച്ചോടി എന്നാണ് ഇപ്പോൾ അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. നീ വലിയ ഗൂണ്ടയല്ലേ, മുഖ്യ ഗൂണ്ടയുടെ പ്രമുഖ ഗൂണ്ടയല്ലേ നീ, എന്തിനാണ് നീ ഫേസ്ബുക്കിൽ നിന്നും നിന്റെ കമൻറ്റും നിന്റെ പ്രൊഫൈലും ലോക്ക് ചെയ്തിട്ട് നീ ഒളിച്ചിരിക്കുന്നത്, നമുക്ക് ചടയമംഗലത്ത് കാണാം എന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വളരെ ഗുരുതരമാണ്. കാരണം കേരളത്തിൽ ഇതൊക്കെ ഞങ്ങൾ ഇപ്പോൾ വാർത്തകൾ ഇത് പറയുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയാൻ. കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുക, വെല്ലുവിളികൾ നടക്കുക, അട്ടഹാസങ്ങൾ നടക്കുക, വാടാ പോടാ വിളികൾ നടക്കുക,
ഇതെന്തൊരു കേരളമാണ്? ഇവിടെ ആരെങ്കിലും ഇനി ചെറുപ്പക്കാർ ഈ കേരളത്തിൽ തങ്ങുമോ? എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ കേരളം വിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നത്? കൊച്ചുകുട്ടികളോട് പോലും ചാനലുകാർ വന്ന് പ്രതികരണം ചോദിക്കുമ്പോൾ പറയുന്നത് എന്തിനാണ് ഈ രാജസദസ്? ഞങ്ങൾക്കറിയില്ല. എന്താണ് ഇതിന്റെ ഗുണം? ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും നാട്ടിന് ഗുണമുണ്ടോ? ഞങ്ങൾക്കറിയില്ല. ഇയാൾ എന്തിനാണ് ഇത് നടക്കുന്നത്? അത് അയാൾക്കേ അറിയാവൂ. ഇതാണ് കൊച്ചുകുട്ടികൾ പോലും പറയുന്നത്. ഇതാണ് ഈ രാജസദസ്സിന്റെ മേന്മയും.